നാണക്കേടായല്ലോ ഇത്. കല്യാണം കഴിഞ്ഞ മോഹൻലപ്പം വീണ്ടും ഞാൻ ഗർഭിണിയായെന്ന് നാട്ടുകാർ അറിഞ്ഞ എന്നെ കളിയാക്കൂലേ? ഞാൻ ഇനി എങ്ങനെ പിള്ളേരെ മുഖത്ത് നോക്കും? ഇങ്ങനെ നോക്കും എടി, അവര് പുതിയ ജനറേഷൻ പിള്ളേരല്ലേ, അവരിത് വളരെ ഹാപ്പി ആയിട്ട് എടുക്കും. അമ്മ ഇത് എന്ത് പണിയമ്മ കാണിച്ചേ? ഇനിയിപ്പോ ഞങ്ങൾ എങ്ങനെ മറ്റുള്ളവരെ മുഖത്ത് നോക്കും? മോന്റെ കല്യാണം കഴിഞ്ഞ് കുഞ്ഞാണെന്നിപ്പോ അമ്മ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞ ഇതിപ്പോ എന്റെ വീട്ടുകാര് ബന്ധുക്കളൊക്കെ അറിഞ്ഞ നാണക്കേടല്ലേ? ചേട്ടൻ എങ്ങനെ ഇനി അവരെ ഫേസ് ചെയ്യും? ചേട്ടന്റെ ഫ്രണ്ട്സും കൂടി ഇനി ഇതൊക്കെ അറിയുമ്പോഴാ നിങ്ങൾക്ക് അയ്യല്ലാതെ വേറെ ഒന്നും പറയില്ലേ? അച്ഛാ, നിങ്ങൾ പണ്ട് ബൂമർ വാങ്ങിയപ്പോ സ്റ്റിക്കറിന് പകരം ഫ്രീ കിട്ടിയതാണ് എന്നെ. എന്തുടാ മോനെ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എന്തോന്ന് പറയണം? സ്വന്തം മോനാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നാണം കെടുത്തൂല. എനിക്ക് കല്യാണം കഴിഞ്ഞെന്നുള്ള എന്തെങ്കിലും ഒരു ബോധമുണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? മനുഷ്യനെ കുറച്ചൊക്കെ നാണം വേണം. കല്യാണം കഴിഞ്ഞ് 2 വർഷമായിട്ട് ഞങ്ങൾക്കായിട്ടില്ല കുട്ടി. അതിപ്പോ നിങ്ങൾക്ക് കൊച്ചുങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ? ആ കൊള്ളാം, സൂപ്പർ ലോജിക്. ഞങ്ങൾക്ക് വേണ്ടതുകൊണ്ട് നിങ്ങൾക്കാവാന്നല്ലേ? എടാ മോനെ അങ്ങനെയല്ലടാ. മിണ്ടരുത്, മിണ്ടിപ്പോവരുത്. ചേട്ടാ ഇനിയിപ്പോ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. പോട്ട് സംഭവിക്കണ്ടൊക്കെ സംഭവിച്ചു പോയി. ഇനിയിപ്പോ നമുക്ക് അടുത്ത് എന്ത് ചെയ്യാന്ന് ആലോചിക്ക്. നീ അധികം നേരം നിൽക്കണ്ട, റെസ്റ്റ് എടുക്കാനുള്ള സമയമാണ്. ഒരൊറ്റ ചോദ്യം, നിങ്ങൾക്ക് രണ്ടുപേർക്ക് അബദ്ധം പറ്റിയതാണെന്ന് അറിയാമെന്നുള്ളതുകൊണ്ട് ഞാൻ ചോദിക്കേ, ഈ കുഞ്ഞുമായിട്ട് മുന്നോട്ട് പോകാനാണോ തീരുമാനം? അതെ. ശരി, എന്നാ ഇനി മുതൽ ഈ വീട്ടിൽ ഞാൻ പറയാൻ അനുസരിച്ച് എന്ത് നടക്കും. എതിർക്കാൻ നിൽക്കരുത്. ചേട്ടാ എന്തുവാ പ്ലാൻ? നമ്മൾ കൊച്ചി വിടുന്നു. നാളെ തന്നെ ഞാൻ ട്രിവാൻഡ്രത്ത് ഓഫീസിലോട്ട് ട്രാൻസ്ഫർ വാങ്ങും. എൻ്റെ ക്ലാസ് ഓൺലൈനായിട്ട് കുഴപ്പമില്ല, പക്ഷെ ചേട്ടൻ്റെ പെട്ടെന്ന് ട്രാൻസ്ഫർ കിട്ടൂ. അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ബോസ്? നാളെ തന്നെ വീട്ടിൽ പോയി കണ്ട് കാര്യങ്ങൾ സംസാരിക്കണം. അച്ഛനും കൂടെ വിളിച്ച് പറയണം. ബാലേന്ദ്രൻ വിളിച്ചപ്പോൾ ആദ്യം ഞാനൊന്ന് ഞെട്ടിയെങ്കിലും പിന്നെ ആലോചിച്ചപ്പോൾ ഇതിനൊരു ഭാഗ്യം വേണോളൂ. ഭാഗ്യമുള്ളതുകൊണ്ടാണല്ലോ സാർ രാഖിരാമനെ നാട് വിടേണ്ടി വരുന്നത്. തൻ്റെ സിറ്റുവേഷൻ എനിക്ക് മനസ്സിലാവും. പണ്ട് കോളേജിൽ ഏറ്റവും വലിയ റൊമാൻറ്റിക് കപ്പിൾ ബാലേന്ദ്രൻ ഷീലയായിരുന്നു. 30 വർഷം കഴിഞ്ഞിട്ടും ആ റൊമാൻസ് കീപ്പ് ചെയ്യാന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? അതെ അതെ, ആ റൊമാൻസ് കൂടിപ്പോയതിൻ്റെ ആണല്ലോ സാർ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. തനിക്കൊരു കാര്യം അറിയോ? കല്യാണം കഴിഞ്ഞ് 2 മക്കളായ പിന്നെ ഞാനും ഭാര്യയും കട്ടിലിൻ്റെ 2 അറ്റത്തായി കിടപ്പ്. അതിപ്പോൾ പതിയെ 2 മുറിയിലുമായി. ഓ, സാറിൻ്റെ മക്കളുടെ ഭാഗ്യം. താൻ എന്തായാലും അടുത്ത ആഴ്ച തിരുവനന്തപുരത്ത് പോയി ജോയിൻ ചെയ്തോ? എന്താ തൻ്റെ പ്ലാൻ? പ്ലാൻ സാർ, ഞാൻ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ അടുത്ത 2 വർഷത്തേക്ക് ഈ പ്രദേശത്തേക്ക് തിരിച്ചു വരാൻ പോകുന്നില്ല. അവിടെ ചെന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ രേവതി പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ സോഷ്യൽ മീഡിയ വഴി പോസ്റ്റ് ഇട്ട് നാട്ടുകാരെയും വീട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാവരെയും ഞാൻ അറിയിക്കും. എന്നിട്ട് അവളുടെ ഓരോ സ്റ്റേജസും ഞാനിങ്ങനെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അമ്മയും രേവതിയും ഒരേ സമയം ഒരേ ഹോസ്പിറ്റലിൽ ഒരേ ഡോക്ടറിനെ ഞാൻ കാണിക്കും. ഏകദേശം ഒരേ മാസം തന്നെ ആയിരിക്കും അവരുടെ ഡെലിവറി, അല്ലെങ്കിൽ അടുത്തടുത്ത മാസം. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇരട്ട കുട്ടികളാണെന്ന് ഞാൻ ലോകം മൊത്തം പറയും. കുഞ്ഞുങ്ങൾ വളരുമ്പോൾ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കുഞ്ഞല്ലേ, ഞങ്ങളുടെ ആരുടെയെങ്കിലും റിസംബ്ലൻസ് ഉണ്ടാവാതിരിക്കില്ല. അപ്പോൾ പിന്നെ നോൺ ഐഡൻറ്റിക്കൽ ട്വിൻസ് ആണെന്ന് നാട്ടുകാരും വിശ്വസിച്ചോളൂ. ഇതൊക്കെ രേവതിയുടെ വീട്ടുകാരെ പറഞ്ഞ് പതിയെ മനസ്സിലാക്കണം. അത് കുഴപ്പമില്ല, മാന പോകുന്ന കേസായതുകൊണ്ട് അവർ പുറത്ത് പറയാൻ പോകുന്നില്ല. എങ്ങനെയുണ്ട് സാർ? വേറൊരു കാര്യം, ഇത് അറിയാതെ പോലും എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയരുത്. ടെൻഷൻ അടിച്ച് കംപ്ലീറ്റ് കോംപ്ലിക്കേറ്റ് ആക്കും. രേവതിക്ക് പോലും ഈ ഐഡിയ മുഴുവൻ അറിഞ്ഞുകൂടാ. ശരി ശരി. അല്ല, അത് രേവതി പ്രഗ്നൻ്റ് അല്ലല്ലോ? ആക്കുമല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമല്ലോ. രേവു ചേട്ടാ, കോഴ്സ് കഴിയണവരെ കുഞ്ഞ് വേണ്ട നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ച, പിന്നെ എന്താ ഇപ്പം? അത് പിന്നെ അച്ഛനും അമ്മയും 10 മാസം കഴിഞ്ഞ് കൊച്ചിനെ കളിപ്പിക്കണമ്പം എനിക്കും കൊതി വരൂലേ? അയ്യാ, എങ്കിലേ ആ കുഞ്ഞിനെ തന്നെ കളിപ്പിക്കണം. സഹോദരനല്ലേ നിങ്ങൾ? എന്നിട്ടും കൊതി മാറിയില്ലെങ്കിലേ ഈ ജോലി രാജിവെച്ച് വല്ല അങ്ങനെയുള്ള ടീച്ചറായിട്ട് പോകും. അപ്പൊ പിന്നെ ഒരുപാട് കുഞ്ഞുങ്ങളെ കൊഞ്ചിക്കുക. രേവതി, എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ, ഈ കാര്യം നമ്മുടെ നാട്ടുകാരും ബന്ധുക്കളും കൂട്ടുകാരും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയുന്നറിയോ? ആ ബാലേന്ദ്രനും പെണ്ണിനും പിന്നെയും കൊച്ചായെന്ന്. എന്നിട്ട് ആ ചെറുക്കൻ ശ്രീധരത്തിന് ഇതുവരെ കൊച്ചായില്ലല്ലോ. ഈ ചെറുക്കനും പെണ്ണിനും എന്തോ കുഴപ്പമുണ്ട് കേട്ടാ എന്ന് പറയും. നടക്കൂല. എന്തൊക്കെ പറഞ്ഞാലും കോഴ്സ് കഴിഞ്ഞിട്ടുള്ളൂ കുഞ്ഞ്. രേവതി, ഇപ്പൊ സ്കോർ നില അച്ഛൻ 2 മോൻ 0. എനിക്കത് മോൻ 1
അച്ഛൻ രണ്ടെന്നാക്കിയേ പറ്റൂ. പറ്റൂല പറ്റൂല പറ്റൂല. ആ എന്നാ രണ്ടുപേരും ജ്യൂസ് മുഴുവനും കുടിക്കണം. ഇന്നലത്തെ പോലെ ബാക്കിയൊന്നും വെച്ചേക്കരുത് കേട്ടാ. രാവിലെ ഈ ഡോർ തുറന്നിടല്ലെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു വക കേൾക്കൂല്ലോ. പിന്നെ നാളെ 8-8:30 ആകുമ്പോൾ റെഡി ആയി നിന്നോണം. ചെക്കപ്പിൻ്റെ ഡേറ്റാണ് രണ്ടിനും. മക്കളെ, നാട്ടിൽ നിന്ന് രേണുവ വിളിച്ചിരുന്നു. അവളെ മോൻ്റെ കല്യാണം ഈ മാസം 26-ാം തീയതിയെന്ന്. അപ്പം അച്ഛൻ പോയിട്ട് വരട്ടെ മോനെ. ആരും പോയില്ലെങ്കിൽ മോശമല്ലേ മോനെ, അച്ഛൻ പോയിട്ട് വരാം. ഒരു മോശവും ഇല്ല. എനിക്കിവിടെ ഒന്നാമത് ലീവില്ല. ആർക്കും മാറി നിൽക്കാൻ പറ്റിയ സിറ്റുവേഷനും അല്ല. അച്ഛൻ വിളിച്ച് പറഞ്ഞാൽ മതി മരുമോള് ഗർഭിണിയാണെന്ന്. മരുമോള് ഗർഭിണിയാണെന്ന് എടുത്തു പറയണം. ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഏട്ടാ, അച്ഛൻ പോയിട്ട് വരട്ട്. അച്ഛൻ പോവും, അവിടെ സകല ബന്ധുക്കളെയും കാണും. നാളെ ഒരു ആവശ്യത്തിന് അവിടെ നിന്ന് ആരെങ്കിലും കെട്ടിയെടുത്തോണ്ട് തിരുവനന്തപുരത്ത് വരും. അവിടെ നിന്ന് കെട്ടിയെടുത്തോണ്ട് ഈ വീട്ടിലോട്ട് വരും. എന്നിട്ട് അമ്മയുടെ വയറ് കാണും. പിന്നെ ഞാൻ ഒന്നും പറയണ്ടല്ലോ. ഡാഡി, ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ ഓരോ കുറുമ്പ് കാണിച്ചു വെക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. ഓടാ പൊട്ട. നിങ്ങൾ കുച്ചു ജ്യൂസ് കുച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു ഡാഡി, ഇന്ന് എനിക്ക് നേരത്തെ പോണം. മക്കളെ നല്ലടി, ഞാനും കൂടെ വരുന്നു. എങ്ങോട്ട് പോണെന്ന്? അമ്മ ഈ മുറ്റത്തിറങ്ങരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്ത് വർത്താനോടാ നീ പറയുന്നത്? അമ്മയടുത്ത് ഡോക്ടർ പ്രത്യേകം നടക്കണമെന്ന് പറഞ്ഞല്ലേ? അതിനെന്താ വെച്ചാ നടക്കാമല്ലോ. ഈ വീട്ടിൽ ആവശ്യം പോലെ സ്ഥലമില്ലേ? ഇതാ ഇതിനകത്ത് ഇങ്ങനെ കയ്യും വീശി അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ വേണമെങ്കിലും നടക്കാം. പറ്റൂലേ? ഞാൻ നാളെ ഈ ഡൈനിങ് ടേബിൾ എടുത്ത് മാറ്റിയിട്ട് തരാം. പിന്നെ അമ്മ പടി കയറരുത്, റിസ്ക്കാണ്. രേവാ, അമ്മ ചെയ്യേണ്ട സ്വഭാവം അമ്മയ്ക്ക് അറിയാമല്ലോ. രേവു, ഇത് കൊള്ളാല്ലേ? ആ ഇതും കൊള്ളാം. നീ കുറച്ച് മുമ്പ് കാണിച്ചൊരു ഗ്രീൻ ഇല്ലേടി, അതും കൊള്ളാം. അതെ, അമ്മയ്ക്കും കൂടെ ഒരെണ്ണം നോക്കിയാലോ? അമ്മയ്ക്കും ആഗ്രഹം കാണൂലേ? ചേട്ടനെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തെ ഈ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടും പരിപാടിയൊന്നും ഇല്ലായിരുന്നല്ലോ. എടുക്കാല്ലേ? ആ, എന്നാ പിന്നെ ഇൻസ്റ്റ പോസ്റ്റ് മാത്രം ആക്കണ്ട, നമുക്ക് പത്രത്തിലും കൂടെ കൊടുക്കാം. ലോകം മൊത്തം അറിയട്ടെ. ഇവിടെ അപ്പുറത്തെ വീട്ടിലുള്ളവർ പോലും അറിയില്ലെന്ന് പറഞ്ഞ് മനുഷ്യൻ ഇവിടെ പാടുപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അമ്മ വീട്ടിൽ ഇരുന്ന് ഭയങ്കര ഗ്ലൂമിയാണ്. അമ്മയുടെ മൈൻഡ് ഓക്കെ അല്ലേ, അത് കുഞ്ഞിനെ കൂടെ അഫക്റ്റ് ചെയ്യും. ആ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. ഒരുപാട് ഉപദേശിക്കുന്ന നിന്റെ ഫോട്ടോഷൂട്ടും കൂടെ കട്ട്. മാം, ഇത് നമ്മുടെ റീസെൻറ്റ് കളക്ഷൻസ് ആണ്. ഇപ്പം മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിനുള്ള ഗൗൺസ് ആണെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. വേറെ പ്രോഡക്ട്സ് എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഈ മെറ്റേണിറ്റി വെയർ അല്ലാതെ വേറെ എന്തെങ്കിലും പ്രോഡക്ട്സ് ഉണ്ടോ? ഉണ്ടല്ലോ മാം. ഈ പ്രഗ്നൻറ്റ് വിമണിനും ഫീഡിങ് മദേഴ്സിനും കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ പ്രോഡക്ട്സും ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ ഈ സമയത്ത് വയറിന് സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ബെല്ലി ബെൽറ്റും പ്രഗ്നൻസി പില്ലോയും മെറ്റേണിറ്റി ഇന്നർ വെയർസും നൈറ്റ് വെയർസും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഓ, എനിക്ക് പില്ലോയും നൈറ്റ് വെയർ അമ്മയ്ക്കൂടെ വാങ്ങിക്കല്ലേ? നൈറ്റ് വെയർ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം മാം. അമ്മ കൂടെ വന്നിട്ടുണ്ടോ? അമ്മയ്ക്കല്ല, അമ്മയുടെ ചേച്ചിയുടെ മോക്കായിരുന്നു ബാംഗ്ലൂരുള്ള. അതിനെന്താ സാർ, ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റും. നമുക്കാണെങ്കിൽ ഗ്ലോബലി ഷിപ്പിങ്ങും അവൈലബിൾ ആണ്. പിന്നെ zivamoms.com എന്ന വെബ്സൈറ്റിൽ പ്രോഡക്ട്സ് ഒക്കെ തന്നെ കാണാനും പറ്റും. ആ എന്നാൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ അവർക്ക് ഓർഡർ ചെയ്യാം. മാം, മെറ്റേണിറ്റി കിറ്റ് നോക്കുന്നുണ്ടോ? എന്താ? ഇത് നിങ്ങളുടെ ഫസ്റ്റ് ബേബി അല്ലേ? അപ്പോൾ ഹോസ്പിറ്റലിൽ ഡെലിവറി ടൈമിൽ നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുപോകണം എന്നുള്ള കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഈ കിറ്റിലാവുമ്പോൾ അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ തന്നെ ഉണ്ട്. ഇപ്പോൾ മിക്കവരും പ്രിഫർ ചെയ്യുന്നത് ഇതാണ്. എന്നാ രണ്ടെണ്ണം എടുത്തേക്കെ. ആക്ച്വലി ഞങ്ങൾക്കൊന്നു മതിയേ. മറ്റത് അമ്മയുടെ ചേച്ചിയുടെ മോക്കാണ് ബാംഗ്ലൂർ. മതി കേട്ടോ. ഒരു മതിയുമില്ല, അകത്ത് ഒരാളും കൂടി ഉണ്ട്. ആ ആൾക്കും കൂടി കഴിക്കാനുള്ളതാണ്. കഴിച്ചേ. അനങ്ങി ചേട്ടാ, ചേട്ടന്റെ സൗണ്ട് കേട്ടപ്പോ അനങ്ങി. മക്കളെ, എന്റെ പൊന്നാരമത്തെ ചക്കരക്കുട്ട, അച്ഛന്റെ സൗണ്ട് കേട്ടപ്പോ മനസ്സിലായ? അമ്മ ഇപ്പൊ ദോശ തരും കേട്ടാ, അത് കഴിക്കണം. ഓക്കെ മകളെ, ബാവേ, ചക്കരേ, കേൾക്കണുണ്ടോ? ഹലോ.
വയറ്റിൽ കിടക്കണതേ നിങ്ങളുടെ കൊച്ചാണ്, കുറച്ചുകൂടെ കൊഞ്ചിച്ച് വിളി. ചന്ദ്രപുത്ര പുത്ര ചന്ദ്രപുത്ര പുത്ര ചാഗ്രപുത്ര പുത്ര. ഹലോ ചുങ്രു ചുങ്രു. തലയെടുത്തു. അഷ്ടമുടി കായലിലെ അന്നനട തോണിയിലെ ചിന്നക്കിളി ചിങ്കാരക്കിളിയെ ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ? പിള്ളേർ കേൾക്കാം. പിള്ളേർ കേക്കട്ടെ, അതിനിപ്പോ എന്ത് കുഴപ്പം? അഷ്ടമുടി കായലിലെ അന്നനട തോണിയിലെ. ആകെയുള്ള 550 മുടിയിൽ എവിടെ നിന്നടി ഇത്ര പോട? ഈ എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാ പിന്നെ ഇത് ആദ്യം എനിക്ക് ചെയ്താൽ പോരായിരുന്നോ? എപ്പോഴും ഇട്ട് മെനക്കെടുത്താൻ വേണ്ടി. രണ്ട് കുഞ്ഞുങ്ങളും കൂടെ ഇനി അങ്ങോട്ട് നല്ല രസമായിരിക്കും അല്ലേ ഏട്ടാ? ഡീ, നമ്മൾ റിട്ടയർ ചെയ്ത് വീട്ടിലിരുന്നപ്പോഴേ പെട്ടെന്ന് വയസ്സായതുപോലെ തോന്നി. ഇപ്പം ഇനിയും മുമ്പോട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടെന്ന് ആലോചിക്കുമ്പോഴേ ആ പഴയ ചുറുചുറുക്കൊക്കെ വീണ്ടും തിരിച്ചു വന്നല്ലോ. ആ, അത് കൊള്ളാം. അപ്പൊ പെൺകുട്ടിയാണെങ്കിലോ? ചേട്ടാ, നമ്മൾ ഈ വീട്ടിൽ വന്നിട്ട് 7 മാസമായി. ഇനിയും ഇങ്ങനെ ഇരിക്കാമെങ്കിൽ എനിക്ക് പ്രാന്ത് പിടിക്കുകയേ ഉള്ളൂ. നമുക്കൊന്ന് പുറത്ത് പോകാം ചേട്ടാ. ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഇരിക്കി. നിന്റെ മോൻ അറിഞ്ഞാലുള്ള പുകലൊക്കെ നിനക്ക് അറിയാന്നുള്ളതല്ലേ? അവൻ ഒരു വീടിനെ 2 ആക്കും. പിന്നെ എത്ര നാൾ ഇങ്ങനെ ഇരിക്കും? ഒരു 3 മാസം കൂടി കഴിയുമ്പോൾ കുഞ്ഞിങ്ങി വരൂലേ? അതിനെയും കൂട്ടിൽ പൂട്ടിയിടോ? ഇടി, അവൻ്റെ പ്ലാൻ എന്താണെന്ന് എനിക്കോ എന്തിന് രേവതിക്ക് പോലും അറിയത്തില്ല. നിന്റെ മോൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാന്ന് ചോദിച്ചാൽ ചാടിക്കടിക്കാൻ വരെയല്ലേ? ഇന്ന് ഒരു ദിവസത്തെങ്കിലും പോകാൻ ചേട്ടാ പ്ലീസ്. എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. നീ ഒരു കാര്യം ചെയ്യും, നിന്റെ മോൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്ക്. എന്ത് പറ്റി അച്ഛാ? മോളെ, എനിക്കൊന്ന് പുറത്ത് പോകണം, അല്ലെങ്കിൽ ഞാൻ വലിയ മാനസിക രോഗിയായിട്ട് മാറും. ഈ വീട്ടിനകത്ത് ഇങ്ങനെ അടഞ്ഞിരുന്നിരുന്ന് എനിക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടുന്ന അവസ്ഥയായിപ്പോൾ. ഞാൻ എന്ത് ചെയ്യാനമ്മ? ചേട്ടൻ്റെ സ്വഭാവം അമ്മയ്ക്ക് അറിയാന്നുള്ളതല്ലേ. വീടിൻ്റെ പുറത്ത് പോലും അമ്മ ഇറങ്ങാൻ നോക്കണമെന്നാ ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള. വല്ലാത്തൊരവസ്ഥ തന്നെ ദൈവമേ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ചേട്ടൻ ഇപ്പം വരാറായി. ചേട്ടൻ രാത്രി ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ പറയാം. ആ സമയത്ത് വേണേൽ നിങ്ങൾ പുറത്ത് വയ്ക്കൂ. പക്ഷെ ചേട്ടൻ എണീക്കണതിന് മുമ്പ് നിങ്ങൾ വരണേ. അതെ, ചേട്ടൻ ഉറങ്ങി. പെട്ടെന്ന് പോയിട്ട് വരണേ. പെട്ടെന്ന് പോവാം. ഇവിടെ പോയിട്ട് വരട്ടെ. മോൾ ഇതുവരെ ഉറങ്ങില്ലേടാ? റൊമാൻറ്റിക് കപ്പിൾ സൂര്യൊക്കെ ചുറ്റി കണ്ടോ? നൈറ്റ് ലൈഫൊക്കെ എങ്ങനെ? അടിപൊളിയായിരുന്ന? എൻ്റെ മോനെ, അമ്മയ്ക്ക് വീട്ടിൽ തന്നെ അടഞ്ഞു കിടന്നപ്പോൾ ഒരു വീർപ്പുമുട്ടൽ കാരണേ ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് വെളിയിൽ പോയാണ്ടാ. എത്ര നാളെന്ന് വെച്ചിട്ട് കേട്ടോ അവരിങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കണേ. ഇതിപ്പോൾ രാത്രി ആയതുകൊണ്ട് ആരും കാണൂലല്ലോ. അച്ഛാ, എനിക്കുണ്ട് അച്ഛാ വീർപ്പ് മുട്ടല്. നിങ്ങൾ രണ്ടുപേരും കാരണം ഇതൊക്കെ ആരെങ്കിലും അറിയുമെന്ന് ഓരോ ദിവസം ആലോചിച്ച് എനിക്ക് ഭ്രാന്താവണുണ്ട്.
നിങ്ങൾ ഈ കുഞ്ഞുമായിട്ട് മുന്നോട്ട് പോകുന്ന തീരുമാനം പറഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. ഇനി ഈ വീട്ടിൽ ഞാൻ പറയണതേ നടക്കൂന്ന്. ഇതൊന്നും എനിക്ക് വേണ്ടി മാത്രമല്ലല്ലോ ചെയ്യണേ. നാളെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ രേവതി അവളുടെ കുടുംബക്കാരെ എങ്ങനെ ഫേസ് ചെയ്യും? അച്ഛൻ എങ്ങനെ പുറത്തിറങ്ങി നടക്കും? നാട്ടുകാർ കൂവും. ഇതുകൊണ്ടൊക്കെ കൂടെയാണ് ഞാൻ ഇതൊരു ജയിൽ പോലെ കെട്ടിപ്പൂട്ടിയിട്ടിരിക്കണേ. എന്നാൽ ഇനി ഈ ജയിൽവാസം ഞങ്ങൾക്ക് വയ്യ. നിനക്ക് നാട്ടുകാരെ പൈസ ചെയ്യാൻ വയ്യെങ്കിലേ നീ അങ്ങോട്ട് വരണ്ട, ഞങ്ങൾ പോയിക്കൊള്ളാം. നിനക്കിനി നാണക്കേട് മാറിയില്ലെന്ന് അറിയാടാ. പക്ഷെ അതിൽ അവളെ കൂട്ടുണ്ട. ഞങ്ങൾ എത്രമാത്രം ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണോ അതുപോലെ അവളും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നാണം ഉണ്ടോ നിങ്ങൾക്ക് രണ്ടുപേർക്കും? തെറ്റ് ചെയ്തത് നിങ്ങൾ, എന്നിട്ട് അതെങ്ങനെയെങ്കിലും ഒതുക്കാൻ നോക്കണം. ഞാൻ ഇപ്പൊ തെറ്റുകാരനാ. ഇത്രയും മാസം ഞാൻ ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിച്ചത് ഇതൊന്നും ആരും അറിയാതിരിക്കാനാണ്. എന്നിട്ട് എന്റെ കഷ്ടപ്പാടിന് പുല്ലുമല്ലെന്ന് നിങ്ങൾ നാട്ടിൽ പോകൂ. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണമായിരുന്നടാ? എത്ര നാൾ ഇങ്ങനെ ഇരിക്കണം? ഇനിയെങ്കിലും നിന്റെ മനസ്സിൽ എന്താണെന്ന് വ്യക്തമായിട്ട് പറ. എടാ 3 മാസം കഴിഞ്ഞാൽ നിന്റെ അമ്മ പ്രസവിക്കും. അത് കഴിഞ്ഞാൽ അവൾക്ക് പുറത്തു പോകാൻ പാടില്ലേ? ആ കുഞ്ഞിനും പുറത്തു പോകാൻ പാടില്ലേ? ഇന്ന് കാണാത്തവർ നാളെ കാണുമ്പോൾ വീണ്ടും ചോദിക്കത്തില്ലേ? അപ്പോഴും ഇത് തന്നെയല്ലേ പറയേണ്ടത്? ചേട്ടാ, പഠിത്തം കഴിഞ്ഞ് കുഞ്ഞു മതിയും തീരുമാനിച്ചിട്ടും ചേട്ടൻ്റെ ആഗ്രഹത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ കൺസീവ് ആയത്. ഇത്രയും കാലം ചേട്ടൻ പറഞ്ഞ് ഞാൻ അനുസരിച്ചിട്ടേ ഉള്ളൂ. എന്നിട്ട് ചേട്ടൻ എൻ്റെ അടുത്ത് പോലും ഇതുവരെ എന്താണ് പ്ലാൻ എന്ന് പറഞ്ഞിട്ടില്ല. ഇനി എനിക്കിങ്ങനെ പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അമ്മയുടെ ഡെലിവറി കേസ് എന്താ ചെയ്യേണ്ട പ്ലാൻ എന്ന് എനിക്ക് അറിയണം. നിന്റെ പ്ലാൻ എന്താണെന്നൊന്ന് പറ. എന്നാ കേട്ടോ, ഏകദേശം ഒരേ സമയത്തായിരിക്കും അമ്മ രേവതി പ്രസവിക്കാൻ പോണേ. പ്രസവിച്ച ഉടനെ ഞാൻ നാട്ടിൽ വിളിച്ചറിയിക്കും എനിക്ക് ഇരട്ട കുഞ്ഞുങ്ങളാണെന്ന്. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് മുലകൂടി മാറുന്ന പ്രായമാകുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നാട്ടിൽ പോകും. എന്നിട്ട് അത് രണ്ടും എന്റെ കുഞ്ഞുങ്ങളായിട്ട് അവിടെ വളരും. പോരെ? നിന്റെ കൂടെ പുറപ്പാണ് എന്റെ വയറ്റിൽ കിടക്കണത്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാ നിന്നെ അച്ഛാന്ന് വിളിക്കണോ? എന്നെ അമ്മൂമ്മന്നും അതിന്റെ അച്ഛനെ അപ്പൂപ്പാന്ന് വിളിക്കണോ അല്ലേ? എടാ നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ജന്മം നൽകിയ സ്വന്തം അച്ഛനും അമ്മയും കൺമുമ്പിൽ ഉണ്ടായിട്ട് പോലും സഹോദരനെ കയറി അച്ഛാന്ന് വിളിക്കേണ്ട ഒരു കുഞ്ഞിന്റെ അവസ്ഥ. ചേട്ടാ, അമ്മ പ്രസവിച്ച കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായിട്ട് കണ്ടു വളർത്താൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ചേട്ടൻ അത് പറഞ്ഞില്ലെങ്കിലും ഞാൻ അങ്ങനെ ചെയ്യേ ഉള്ളൂ. പക്ഷെ ആ കുഞ്ഞ് അച്ഛാന്നും അമ്മാന്ന് വിളിക്കേണ്ടത് അവരെയാ, നമ്മളല്ല. ചേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഇതിന് ഞാൻ കൂട്ടി നിൽക്കില്ല. കൊള്ളാം. ഇപ്പൊ നിങ്ങളെല്ലാരും ഒറ്റക്കെട്ടായില്ലേ? ഞാൻ മാത്രം കുറ്റക്കാരൻ. കുഴപ്പമില്ല, ഒരു കാര്യം ചെയ്യ്. നിങ്ങൾ പറ, ഞാൻ ഇനി എന്ത് ചെയ്യണം? ഈ നാണക്കേടൊക്കെ സഹിച്ച് ഞാൻ ഇനി ജീവിക്കണോ? എടാ ഇത് 2025 നാട്ടുകാരെ പേടിച്ച് കഴിഞ്ഞ കാലമൊക്കെ കഴിഞ്ഞു. നീ നിന്നോട് ആരെങ്കിലും വന്ന് ചോദിച്ചാൽ തന്നെ അച്ഛനും അമ്മയ്ക്ക് ഇപ്പൊ ഒരു കുഞ്ഞു വേണമെന്ന് തോന്നി, ഇപ്പൊ കുഞ്ഞുണ്ടായി. അതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. നാട്ടുകാർക്ക് എന്താണ് പ്രശ്നം? അവർ കൂവുക എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ. കൂവുന്നെങ്കിൽ എത്ര ആൾ കൂടാ? 10-15 ദിവസം കൂവും. അത് കഴിഞ്ഞ് വാ കഴിക്കുമ്പോൾ താനേ നിർത്തിക്കൊള്ളും. അത്രേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോ നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും നമുക്കെന്താ? ഒരു കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് കാണിച്ചു തരേണ്ടത് അമ്മയാണ്. ഈ കുഞ്ഞിന് നിന്നെ കാണിച്ചിട്ട് ഇതാണ് നിന്റെ അച്ഛൻ. മോൻ അമ്മയെ കൊണ്ട് ഒരു പാവം ചെയ്യിപ്പിക്കല്ലേ. ഇതൊഴികെ നീ എന്ത് പറഞ്ഞാലും ഞങ്ങളത് സാധിച്ചു തരാം. നാളെ വിളിച്ച് അപ്പോയിൻമെന്റ് എടുക്കണം. നാട്ടിലെ ഹോസ്പിറ്റലിൽ. ഇനി രണ്ടുപേരും അവിടെ പ്രസവിച്ചാൽ മതി.